ഹലോ കൂട്ടുകാരെ, ഏവർക്കും JB ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാലിക്കറ്റ് കോഴിക്കോടിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ്. ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, ഏതാണ് കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി കോഴിക്കോട് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസിയിലേക്ക് കിടക്കാം. നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ കൂട്ടുകാരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം. ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ വന്നിരിക്കുന്നത് ഇപ്പം ഒരു ഓട്ടോമൊബൈൽ സെക്ടറിലേക്കാണ്. കാലിക്കട്ടിലുള്ളതാണ്, കോഴിക്കോടുള്ള വേക്കൻസിയാണ്. ബുള്ളറ്റ് മെക്കാനിക്കിൻ്റെ വേക്കൻസി ഉണ്ട്, 5 വേക്കൻസി. അതേപോലെ തന്നെ ബൈക്ക് മെക്കാനിക്ക്, നോർമൽ ബൈക്ക് മെക്കാനിക്കിൻ്റെ വേക്കൻസീസും ഉണ്ട്, 5 വേക്കൻസി. അപ്പോൾ ഇത് സാലറി കാര്യങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, അത് ഇൻ്റർവ്യൂ ടൈമിലാണ് നിങ്ങളോട് പറയുക. പിന്നെ ഇതാണെങ്കിൽ ഒരു വെൽ എക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു സർവീസ് സെൻ്ററാണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് സെൻ്ററിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. മിനിമം നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇത് ഫ്രഷേഴ്സിന് പറ്റില്ല, മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇപ്പോൾ ITI പഠിക്കണോ വേണ്ട എന്നുള്ള ITI പഠിച്ചവർക്കും ഉണ്ട്, അല്ലാതെ നമുക്ക് ഇപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ നല്ല പണിയെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ്ലി എല്ലാവരും വിളിച്ചോളുക, താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചോളുക. ബുള്ളറ്റ് മെക്കാനിക്കിൻ്റെ വേക്കൻസി 5, അതേപോലെ തന്നെ നോർമൽ ബൈക്കിൻ്റെ വേക്കൻസി 5, ഒരൊറ്റ സർവീസ് സെൻ്ററിലേക്കാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ലേഡി അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസിയാണ്. ലേഡി അക്കൗണ്ടൻറ്റ് കം ഫിനാൻസ് മാനേജറിൻ്റെ വേക്കൻസിയാണ്. ഇതൊരു കാലിക്കറ്റിലുള്ള ഒരു EV മാനുഫാക്ചറിങ് കമ്പനിയാണ്. EV അറിയാമല്ലോ, മറ്റേ നമ്മുടെ ഇലക്ട്രോണിക്സ് വെഹിക്കിൾ ഉണ്ടല്ലോ, ഈ കറണ്ടിൽ ഓടുന്ന വണ്ടികളുടെ മാനുഫാക്ചറിങ്ങിൻ്റെ ആണ്. അപ്പോൾ അത് സ്ഥലം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നിയർ കാലിക്കട്ടാണ്. കാലിക്കട്ട് എയർപോർട്ടിനടുത്താണ്, കൊണ്ടോട്ടിയിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും നമുക്ക് അതിനനുസരിച്ചുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അക്കൗണ്ടൻറ്റ് കം ഫിനാൻസ് മാനേജറിൻ്റെ വേക്കൻസിയാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്രയും ക്വാളിഫിക്കേഷൻ, അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മെയിൽ കാൻഡിഡേറ്റ്സിനില്ല, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ഇൻറ്റീരിയർ ഡെക്കർ ഫീമിലേക്കാണ്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവിടേക്ക് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ടെലി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി ഉണ്ട്, അത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ആ വേക്കൻസി ഉള്ളൂ. അപ്പോൾ ഇതിൽ സാലറി പറഞ്ഞിരിക്കുന്നത് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് അനുസരിച്ച്, പ്രീവിയസ് പാക്കേജ് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ സാലറി അവർ നിശ്ചയിക്കുന്നത്. പിന്നെ ഇത് സ്ഥലം വന്നിരിക്കുന്ന കാലിക്കട്ടിൽ ആഴ്ചവട്ടം എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, +2 എബോവ് ആയിട്ടുള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററിനെയാണ് ആവശ്യമായിട്ടുള്ളത്. ഇതൊരു ഫുഡ്വെയർ കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റോളെന്ന് പറയുന്ന പർച്ചേസ്, അതേപോലെ തന്നെ സെയിൽസ്, അങ്ങനെയുള്ള ഇൻവെൻറ്ററി പർച്ചേസും സെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, ഓപ്പറേഷൻ വരുന്നത്. കമ്പനി ടൈമിംഗ് വന്നിരിക്കുന്നത് രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. ലൊക്കേഷൻ ആണെങ്കിൽ ഫെറൂക്കിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ടാലി എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിനിമം ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായെങ്കിൽ നല്ലതാണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇത് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു റെസ്യൂം അയച്ചു കൊടുക്കുക. അതിനുശേഷം അവർ നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ കോൾ ചെയ്ത് സംസാരിച്ച് നോക്കുക ആ നമ്പറിലേക്ക്. അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് സാലറി ആണെങ്കിൽ 18,000 രൂപ തൊട്ട് 20,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. സ്ഥലമാണെങ്കിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ, MIMS, അതിൻ്റെ MIMS ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്, മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്.
എക്സ്പീരിയൻസ് പറഞ്ഞിരിക്കുന്ന ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം. മിനിമം ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് നല്ല ഇത് ചാൻസ് ആണ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 അല്ലെങ്കിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള വേക്കൻസിയാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇല്ല. ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 6:30 വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഫീൽഡ് സർവീസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ വേക്കൻസിയാണ്. അപ്പോൾ ഇത് കമ്പനി ഞാൻ പറഞ്ഞുതരാം. കമ്പനി എക്സൈഡ് എന്ന് പറയുന്ന കമ്പനിയാണ്, എക്സൈഡ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എക്സൈഡിൻ്റെ ബാറ്ററി. ആ കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ഇത് സ്ഥലം ഞാൻ പറയാം. നമുക്ക് വേക്കൻസികൾ വന്നിരിക്കുന്നത് തലശ്ശേരിയിൽ ഒരു വേക്കൻസി ഉണ്ട്, അതേപോലെ തന്നെ മലപ്പുറത്ത്, കോഴിക്കോട്, ഇത്ര സ്ഥലങ്ങളിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ BE ഇൻ ഇലക്ട്രിക്കൽ. ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5:30 വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ച ദിവസം അവധിയാണ്. പിന്നെ അതേപോലെ തന്നെ 2 വീലർ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഒരു സ്മാർട്ട് ഫോണും കയ്യിലുണ്ടായിരിക്കണം. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മിനിമം 18 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം 18 വയസ്സ് തൊട്ട് 35 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സാലറി ആണെങ്കിൽ 14,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത്. പിന്നെ കൂടാതെ തന്നെ ESI, PF, പെട്രോൾ അലവൻസ്, എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതേപോലെ 16,000 രൂപ ആനുവൽ ബോണസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, 16,000 രൂപ. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്യാവശ്യം ഉണ്ടായിരിക്കണം. ഇത് ഫീൽഡിൽ പോയതിന് ശേഷം അവിടുത്തെ കംപ്ലൈൻറ്റ്, ബാറ്ററി കാര്യങ്ങൾ, ചാർജിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, റിപ്പയർ ചെയ്യുക, ഇതാണ് നമ്മുടെ ജോലി വരുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ടാണെങ്കിൽ താഴെ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അതിനുശേഷം അവർ നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കാലിക്കട്ട് വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കണ്ടവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കൂടുതൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല. ലേറ്റസ്റ്റ് കാലിക്കറ്റിൻ്റെ വേക്കൻസി ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.